കായിക ലോകത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ ഒരു മനുഷ്യന് എത്ര സമയം വേണം? മാസങ്ങളോ വർഷങ്ങളോ? അല്ല, വെറും 45 മിനിറ്റ് മതി. അതെ, കടുപ്പമേറിയ പ്രതിസന്ധികളെ കാറ്റിൽ പറത്തി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ജെസ്സി ഓവൻസിന്റെ ഐതിഹാസികമായ കഥയാണ് പറയാൻ പോകുന്നത്. ലോക കായിക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ 3/4 മണിക്കൂർ. ദ ഗ്രേറ്റസ്റ്റ് 45 മിനിറ്റ്സ് ഇൻ സ്പോർട്സ് ഹിസ്റ്ററി. ലോകം വാഴ്ത്തിയ ആ കായിക പോരാട്ടം പിറന്നത് ഒരു ഓഗസ്റ്റ് 3-നാണ്. അന്ന് 1935 മെയ് മാസമായിരുന്നു. മിഷിഗണിൽ ബിഗ് 10 കോൺഫറൻസ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു. മത്സരം തുടങ്ങാൻ 5 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ജെസ്സി ഓവൻസിന് ഒരു വലിയ അപകടം പറ്റി. കോണിപ്പടിയിൽ നിന്ന് വീണ് അദ്ദേഹത്തിന്റെ നടുവിന് കടുത്ത പരിക്കേറ്റു. വേദന സഹിക്കാൻ കഴിയാതെ മത്സര സ്ഥലത്തേക്ക് വന്ന കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും മറ്റുള്ളവരുടെ സഹായം വേണ്ടി വന്നു അദ്ദേഹത്തിന്. മിഷിഗണിലെ ആൻ ആർബർ സ്റ്റേഡിയം. ജെസ്സി ഓവൻസ് വേദനയോടെ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടവർ അപ്പോൾ തന്നെ വിധിയെഴുതി. ഇല്ല, ഓവൻസിന് മത്സരിക്കാനാകില്ല, അല്ലെങ്കിൽ മത്സരത്തിൽ തോറ്റ് പിന്തള്ളപ്പെടാം. ഓവൻസിന്റെ പരിശീലകൻ പോലും പറഞ്ഞു, മത്സരത്തിൽ പങ്കെടുക്കരുത്. പക്ഷേ ചരിത്രം കുറിക്കാൻ ജനിച്ച ആ മനുഷ്യൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. സമയം വൈകിട്ട് 3:15. ഓവൻസ് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്നു. മത്സരം 100 മീറ്റർ ഓട്ടം. സ്റ്റാർട്ടറുടെ വെടിപൊട്ടി. പിന്നീട് ട്രാക്കിൽ സംഭവിച്ചത് അവിശ്വസനീയമായ കാഴ്ചയായിരുന്നു. കണ്ണടച്ചു തുറക്കും മുൻപ് ആ മത്സരം തീർന്നു. വെറും 9.4 സെക്കൻഡിൽ ഓവൻസ് ആദ്യം ഫിനിഷിംഗ് ലൈൻ തൊട്ടു. ലോക റെക്കോർഡിന് ഒപ്പമെത്തിയ പ്രകടനം. കാണികൾ ഞെട്ടി. ഓവൻസിനും അത് വിശ്വസിക്കാനായില്ല. ഓട്ടമത്സരം പൂർത്തിയാക്കി ഒന്ന് കിതപ്പടക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. കൃത്യം 10 മിനിറ്റിന് ശേഷം 3:25 അടുത്ത അത്ഭുതം പിറന്നു. ലോങ് ജമ്പ് പിറ്റിൽ ജെസ്സി ഓവൻസ് കുതിച്ചുയർന്നു. അയാൾ പിന്നിട്ട ദൂരം 8.13 മീറ്റർ എന്ന് രേഖപ്പെടുത്തപ്പെട്ടു. പുതിയ ലോക റെക്കോർഡ് പിറന്നു. ഒരു ലണ്ടൻ ഡബിൾ ഡക്കർ ബസിന്റെ അത്രയും നീളം ഒരൊറ്റച്ചാട്ടത്തിൽ മറികടന്ന ഓവൻസിനെ കാണികൾ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു. ഓർക്കുക, ആ ലോക റെക്കോർഡ് തകർക്കാൻ ലോകത്തിന് പിന്നീട് 25 വർഷങ്ങളാണ് കാത്തിരിക്കേണ്ടി വന്നത്. കടുത്ത നടുവേദനയുമായി കാറിൽ വന്നിറങ്ങിയ ആൾ 10 മിനിറ്റിനുള്ളിൽ കാട്ടിയ 2 ലോകാത്ഭുതങ്ങൾ കണ്ട് കാണികൾ വീണ്ടും വീണ്ടും കണ്ണു തിരുമ്പി നോക്കി. മത്സരിക്കാൻ പോലുമാകാതെ മടങ്ങുമെന്ന് കരുതിയവരെ ഓവൻസ് പക്ഷേ വീണ്ടും അമ്പരപ്പിക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഓട്ടത്തിലും ചാട്ടത്തിലും അത്ഭുതപ്പെടുത്തിയ ഓവൻസ് വീണ്ടും ട്രാക്കിലേക്ക് മടങ്ങി. സമയം വൈകിട്ട് 3:45. 200 മീറ്റർ ഓട്ട മത്സരമായിരുന്നു അത്. വെടിവെച്ചയ്ക്ക് പിന്നാലെ ബുള്ളറ്റ് പോലെ പാഞ്ഞ ഓവൻസ് വെറും 20.3 സെക്കൻഡിൽ ആ ദൂരവും ഓടിക്കയറി. അവിടെ മറ്റൊരു ലോക റെക്കോർഡ് പിറന്നു. 200 മീറ്റർ മത്സരം. അത് അവസാനിച്ച് ഓവൻസ് മടങ്ങിയത് ഡ്രസ്സിംഗ് റൂമിലേക്കായിരുന്നില്ല. സ്റ്റേഡിയത്തിലെ ക്ലോക്ക് സമയം കാണിച്ചു. കൃത്യം 4 മണി. അടുത്ത മത്സരം 200 മീറ്റർ ഹർഡിൽസ് ആയിരുന്നു. വെടിവെച്ച മുഴങ്ങി. അവിടെയും ഓവൻസിന് എതിരാളികളുണ്ടായിരുന്നില്ല. വെറും 22.6 സെക്കൻഡിൽ ഓടിയും ചാടിയും അയാൾ ആ ദൂരം പിന്നിട്ടു. 4ാമത്തെ ലോക റെക്കോർഡും അവിടെ പിറന്നു. വെറും 45 മിനിറ്റിനുള്ളിൽ 3 ലോക റെക്കോർഡുകൾ തകർക്കപ്പെട്ടു. ഒരെണ്ണത്തിന് ഒപ്പമെത്തി. 3/4 മണിക്കൂറുകൾക്ക് മുൻപ് കടുത്ത നടുവേദനയുമായി കളിക്കളത്തിലേക്ക് വന്നൊരു മനുഷ്യന്റെ അത്ഭുതകരമായ വേഷപ്പകർച്ചയെ കായിക ചരിത്രത്തിലെ ഏറ്റവും മികച്ച 45 മിനിറ്റുകളെന്ന് സ്പോർട്സ് ഇല്ലസ്ട്രേറ്റഡ് അടയാളപ്പെടുത്തി. ഓവൻസ് ആ മത്സരത്തെ പിന്നീട് ഓർത്തത് ഇങ്ങനെയാണ്: വേദന കൊണ്ട് പുളഞ്ഞാണ് ഞാൻ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. പക്ഷേ ആദ്യ മത്സരത്തിനായി ട്രാക്കിലിരുന്ന ആ നിമിഷം അതുവരെ അനുഭവിച്ച കടുത്ത വേദന ഒരത്ഭുതം പോലെ അപ്രത്യക്ഷമായി. എങ്ങോട്ടത് പോയെന്ന് എനിക്കറിയില്ല. അതെങ്ങനെ സംഭവിച്ചുവെന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല. പക്ഷേ ജെസ്സി ഓവൻസ് എന്ന പേര് ലോക ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്നതേയുണ്ടായിരുന്നു. മിഷിഗണിലെ ആ അത്ഭുത പ്രകടനത്തിന് കൃത്യം 1 വർഷത്തിന് ശേഷം 1936 ജർമ്മനിയിലെ ബെർലിൻ ഒളിമ്പിക്സ് വേദിയിൽ ജെസ്സി ഓവൻസ് നാസി അപ്രമാദിത്വത്തിന്റെ മുനയൊടിച്ചു. സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലറുടെ അഹങ്കാരത്തെ ആ കറുത്ത വംശജൻ തച്ചുടച്ചു. ലോകത്തിന് മുന്നിൽ ആര്യൻ വംശത്തിന്റെ മേധാവിത്വം തെളിയിക്കാൻ അഡോൾഫ് ഹിറ്റ്ലർ ഒരുക്കിയ ഒരു വേദി കൂടിയായിരുന്നു ആ ഒളിമ്പിക്സ്. കറുത്ത വംശജരും യഹൂദരും തരം താണവരാണെന്ന ഹിറ്റ്ലറുടെ നാസി പ്രചാരണ തന്ത്രങ്ങൾ ലോകമെമ്പാടും വിളിച്ചു പറഞ്ഞ കാലം. 70,000 പേർക്കിരിക്കാവുന്ന കൂറ്റൻ റൈക്ക് സ്പോർട്സ് ഫീൽഡ് സ്റ്റേഡിയം നാസി ചിഹ്നങ്ങളായ സ്വസ്തികയും ഇരുമ്പ് കുരിശുകളും നിറഞ്ഞതായിരുന്നു. ഹിറ്റ്ലറുടെ വംശീയ നയങ്ങളിൽ പ്രതിഷേധിച്ച് ആ ഒളിമ്പിക്സ് ബഹിഷ്കരിക്കാൻ പല രാജ്യങ്ങളും അന്ന് ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ കടുത്ത വോട്ടെടുപ്പിനൊടുവിൽ അമേരിക്കൻ ടീം പങ്കെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 70,000 കാണികൾ നിറഞ്ഞ സ്വസ്തിക പതാകങ്ങൾക്ക് കീഴിലുള്ള ആ കൂറ്റൻ സ്റ്റേഡിയത്തിലേക്ക് ജെസ്സി ഓവൻസ് നടന്നിറങ്ങി. ഹിറ്റ്ലറുടെ വംശീയ അഹങ്കാരത്തിന് മറുപടി നൽകാൻ. ഹിറ്റ്ലറുടെ വംശീയ സിദ്ധാന്തങ്ങൾക്കൊന്നും ജെസ്സി ഓവൻസിന്റെ വേഗതയെ തടയാൻ കഴിഞ്ഞില്ല.
ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും സുവർണ്ണ പ്രകടനത്തിലൂടെ ഓവൻസ് ഒന്നിനു പുറകെ ഒന്നായി നാസി അപ്രമാദിത്വത്തെ കുഴിച്ചുമൂടി. 4 സ്വർണ്ണ മെഡലുകൾ ഓവൻസിന്റെ കഴുത്തിൽ വീണു. 100 മീറ്റർ സ്പ്രിന്റ്, ലോങ് ജമ്പ്, 200 മീറ്റർ സ്പ്രിന്റ്, ഒടുവിൽ 4x100 മീറ്റർ റിലേ. കായിക ലോകം കണ്ട ഏറ്റവും വലിയ അട്ടിമറികൾ. ഈ ഐതിഹാസിക നേട്ടത്തിന്റെ തനിയാവർത്തനം കാണാൻ പിന്നീട് ലോകത്തിന് 1984 വരെ കാത്തിരിക്കേണ്ടി വന്നു. കാൾ ലൂയിസ് എന്ന മറ്റൊരു അമേരിക്കൻ താരം വരുന്നതുവരെ. ഒരു കറുത്ത വർഗ്ഗക്കാരൻ തന്റെ സാമ്രാജ്യത്തിൽ വന്ന് സ്വർണം നേടുന്നത് കണ്ട് ഹിറ്റ്ലറുടെ ചോര തിളച്ചു. യൂത്ത് ലീഡറായ ബാൾഡൻ വോൺ ഷിറാക്കിനോട് ഹിറ്റ്ലർ ദേഷ്യത്തോടെ പറഞ്ഞു, മെഡലുകൾ നേടാൻ കറുത്ത വർഗ്ഗക്കാരെ വിട്ടതിന് അമേരിക്കക്കാർ ലജ്ജിക്കേണ്ടി വരും. ഞാൻ ഒരിക്കലും അവർക്ക് കൈകൊടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഹിറ്റ്ലർ അറിഞ്ഞിരുന്നില്ല ആരായിരുന്നു ആ ജെസ്സി ഓവൻസ് എന്ന്. 1913 സെപ്റ്റംബർ 12 ജനിച്ച ജെയിംസ് ക്ലീവ്ലാൻഡ് ഓവൻസ് എന്ന ജെസ്സി ഒരു സാധാരണ പാട്ടകർഷകന്റെ മകനായിരുന്നു. അതിലുപരി ഒരു കാലത്ത് അടിമയായിരുന്ന ഒരു മനുഷ്യന്റെ പേരക്കുട്ടിയാണ് അയാൾ. അടിമത്തത്തിന്റെ ഇരുട്ടിൽ നിന്നും വംശീയതയുടെ കോട്ടകൾ തകർത്തെറിഞ്ഞ വിപ്ലവമായിരുന്നു ഓവൻസിന്റെ ആ ഓട്ടം. നാസി മേധാവിത്വത്തിന് ആയുധമെടുക്കാതെ തന്നെ നൽകിയ എക്കാലത്തെയും വലിയ പ്രഹരം. ഒളിമ്പിക്സ് ട്രാക്കിൽ വിസ്മയം തീർക്കുന്നതിന് മുൻപ് തന്റെ 5-ാം വയസ്സിൽ മരണത്തെ മുഖാമുഖം കണ്ടവനായിരുന്നു ജെസ്സി ഓവൻസ്. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഗോൾഫ് പന്തിന്റെ വലുപ്പത്തിൽ ഒരു മുഴ വളർന്നു വന്നു. ഡോക്ടറെ കാണിക്കാൻ പണമില്ലായിരുന്നു. ഓവൻസിന്റെ അമ്മ ഒടുവിൽ ഒരു കടുത്ത തീരുമാനമെടുത്തു. അടുക്കളയിലെ മേശപ്പുറത്ത് ആ കുട്ടിയെ കിടത്തി. വേദന കടിച്ചമർത്താൻ വായിൽ ഒരു ലെതർ ബെൽറ്റ് കടിച്ചു പിടിക്കാൻ അവർ മകനോട് പറഞ്ഞു. തിളച്ച വെള്ളത്തിലിട്ട് അണുവിമുക്തമാക്കിയ ഒരു സാധാരണ കത്തി കൊണ്ട് ആ അമ്മ മകന്റെ നെഞ്ചിലെ ട്യൂമർ മുറിച്ചു മാറ്റി. ഒരുപാട് ചോര വാർന്നു പോയെങ്കിലും അത്ഭുതകരമായി ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. മരണത്തെ മുന്നിൽ കണ്ടവന്റെ ദൗത്യം എന്തെന്നതിന് പിൽക്കാലത്ത് ബെർലിൻ സ്റ്റേഡിയമാണ് സാക്ഷ്യം വഹിച്ചത്. ജെയിംസ് ക്ലീവ്ലാൻഡ് എന്ന കുട്ടി ജെസ്സി ആയതിനു പിന്നിൽ രസകരമായൊരു കഥയുണ്ട്. അലബാമയിൽ നിന്നും ഒഹായോയിലേക്ക് താമസം മാറിയ ശേഷം ഒരു പുതിയ സ്കൂളിൽ ചേർന്ന 9 വയസ്സുകാരനായ കുട്ടിയോട് അധ്യാപിക പേര് ചോദിച്ചു. തന്റെ തെക്കൻ ഭാഷാ ശൈലിയിൽ അവൻ ജെസ്സി എന്ന് പറഞ്ഞത് ടീച്ചർക്ക് മനസ്സിലായത് ജെസ്സി എന്നാണ്. അത് തിരുത്താനുള്ള മടി കൊണ്ട് അവനൊന്നും പറഞ്ഞില്ല. ആ പേര് പിന്നെ കായിക ചരിത്രത്തിലെ ലോകാത്ഭുതങ്ങളിലൊന്നായി മാറുകയായിരുന്നു. ലോകത്തെ ഏറ്റവും മികച്ച ഈ അത്ലറ്റിന്റെ ജീവിതത്തിൽ പക്ഷേ മറ്റൊരു വിരോധാഭാസവും ഉണ്ടായി. കായിക താരമായിരുന്നുവെങ്കിലും ജെസ്സി ഓവൻസ് പതിറ്റാണ്ടുകളോളം ഒരു കടുത്ത പുകവലിക്കാരനായിരുന്നു. ഒടുവിൽ ശ്വാസകോശത്തിലെ അർബുദത്തെ തുടർന്ന് 1980 66-ാം വയസ്സിൽ ഓവൻസ് ഭൂമിയിൽ നിന്നും മറഞ്ഞു. പക്ഷേ ആ പേര് ഇന്നും തങ്കലിപികളിൽ തെളിയുന്നുണ്ട്. അനശ്വരമാണ്.